ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. അത്യന്തം ഹീനമാണെന്നുള്ള ആദ്യത്തെ എൻ്റെ അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ ഒരു വനിതയായിട്ടുള്ള മന്ത്രിയോട് ഇത്രയേറെ അധിക്ഷേപാർഹമായിട്ടുള്ള അങ്ങേയറ്റം നിന്ദ്യവും നീചവുമായ വിധത്തിലുള്ള ഒരു പ്രതിഷേധ സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. വളരെ ആസൂത്രിതമായി കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ കൈകാര്യം ചെയ്ത് പേരെടുത്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും നല്ല ജനങ്ങളിൽ അഭിപ്രായമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയിൽ വീണ ജോർജിനെ എല്ലാ തരത്തിലും അധിക്ഷേപിക്കുകയും അവരെ ജനങ്ങളുടെ ഇടയിൽ ജനമനസ്സിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുകയോ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ രീതിയിലുള്ള ഒരു വികൃതവും അങ്ങേയറ്റം നീചവുമായിട്ടുള്ള ഒരു സമരാഭാസം നടന്നിട്ടുള്ളത്. സമരം നടക്കുന്നതിനൊന്നും ആരും എതിരല്ല, പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനും എതിരല്ല. ഏതൊരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രതിഷേധം രേഖപ്പെടുത്താം. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? രാവിലെ 7:30 മണിക്ക് ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ വീട് അതിക്രമിച്ച് കയറി വാതില് തുറന്ന് റീത്ത് വെക്കുക. ഒരു റീത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അവസാനം കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ ഈ റീത്ത് വെക്കുന്നത്. ഇതങ്ങേയറ്റം സംസ്കാരശൂന്യമായിട്ടുള്ള ഒരു സമരമായിപ്പോയി, നടപടിയായിപ്പോയി. യൂത്ത് കോൺഗ്രസുകാര് അതിനെ സംബന്ധിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരുണ്ട്. പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ഒരു സമരമുറയുമായിട്ട് കേരളത്തിലോ അല്ല വേറെ എവിടെയെങ്കിലും പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തെ സംബന്ധിച്ച പ്രതിഷേധം അറിയിക്കാൻ താമസിക്കുന്ന ഭവനത്തിലേക്ക് കയറി, എന്നിട്ട് അതിക്രമിച്ചു കയറുകയും അക്രമാസക്തരാകുകയും ആക്രമിക്കുകയും തകർക്കുകയും ചെയ്യുക എന്ന് മാത്രമല്ല, അവിടെ വാതിലിന്റെ മുന്നിൽ തന്നെ ഒരു റീത്ത് സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കേരളത്തിൽ നടാടെയാണ്. ഇതിനു മുൻപ് ഒരിക്കലും ഇങ്ങനൊരു സംഭവം വളരെ വളരെ നിന്ദ്യമായിട്ടുള്ള, വളരെ അധിക്ഷേപാർഹമായിട്ടുള്ള ഒരു സമരമുറ ഇതിനു മുൻപ് ആരുടെ ഭാഗത്തുനിന്നുണ്ടായതായിട്ട് ഞാനറിയില്ല. ഒരു മന്ത്രിയുടെയും വീട്ടിലേക്ക് കയറിയിട്ട് റീത്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും സംസ്കാരത്തിന് യോജിച്ചതല്ല, സംസ്കാരശൂന്യമാണ്. ഇവിടെ നമ്മൾ ആദ്യം അവതരിപ്പിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സമരാഭാസം, അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അക്രമാസക്തമായ സമരം ശരിയാണോ എന്ന് വിലയിരുത്തുന്നതിന് പകരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേതെങ്കിലും വിധത്തിൽ അതിനെ ഒന്ന് കുറച്ചു കാണിക്കാൻ, അതിന്റെ ആ സമരത്തിന്റെ കാഠിന്യം, അതിന്റെ ഒരു വൃത്തികെട്ട ഒരു സമരാഭാസം അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു രീതിയായിപ്പോയി. അത് ആഭ്യന്തര വകുപ്പ് ഏതെങ്കിലും അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അവർ പരിശോധിക്കട്ടെ. പ്രശ്നം ഇവിടെ അതല്ല, വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ല. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വീട്ടിന്റെ മുൻപിൽ 3 പോലീസുകാരേ ഉള്ളൂ, എന്നാ ചാടി കയറി കളിയാം, ആക്രമിക്കാം, മതില് തകർക്കാം, വീട് തകർക്കാം, എന്നിട്ട് റീത്ത് വെക്കാം എന്നൊരു സംഘടന വിചാരിച്ചാൽ ആ സംഘടനയുടെ പേരെന്താ? സംസ്കാരത്തിന് യോജിച്ചതാണോ അത്? കേരളത്തിൽ ഇന്നുവരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരു വനിതക്കെതിരെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വേറെ ഏതെങ്കിലും മുൻപ് കോൺഗ്രസുകാരുടെ മന്ത്രിമാരൊന്നും ഭരിച്ചപ്പോ എന്തായിരുന്നു അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം. ആ സമയത്തൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു കോപ്രായം കണ്ടിട്ടില്ലല്ലോ. അപ്പോ സ്ത്രീത്വത്തിനെതിരെയുള്ള അധിക്ഷേപമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അവഹേളനമാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. ഇവരെ തിരുത്തണം, അവര് മാപ്പ് പറയണം. മുതിർന്ന നേതാക്കന്മാർ ഇങ്ങനെയുള്ള സമരമുറയുമായി മുന്നോട്ട് പോകാൻ യൂത്ത് കോൺഗ്രസിനെ അനുവദിക്കരുത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.